പാർട്ടിക്കകത്ത് സ്ഥാനമാനങ്ങൾ അത് കെ പി പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളൂ. ഇപ്പോൾ കേരളത്തിലെ സ്ഥിതി നോക്കിയാൽ കഴിഞ്ഞ ഒരു 8-9 വർഷക്കാലമായി അധികാരത്തിലില്ലാതെ തുടർച്ചയായി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരവസ്ഥ. അവിടെ താഴെത്തട്ടിൽ ജില്ലകൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ കയ്യിലുള്ള അവശേഷിക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ജില്ലാ നേതാക്കന്മാരും മറ്റും ഇതുപോലെ തന്നെ അവരുടെ സഹപ്രവർത്തകരെ ദല്ലാളന്മാരാക്കി പണപ്പിരിവിനുള്ള ഒരു വേദി എല്ലാ ജില്ലകളിലും ഏതാണ്ട് സമാനമായി തന്നെ നടത്തിപ്പോരുന്നു. ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു കാലത്ത് ചെയ്തു വരുന്ന ഒരു രീതി ഏതാണ്ട് ഇതാണെന്ന് തോന്നുന്നു. നേരത്തെ താങ്കൾ വയനാടിൻ്റെ കൂട്ടത്തിൽ ചേവായൂരിനെ കണക്ട് ചെയ്ത് കോഴിക്കോട് ജില്ലയുടെ സ്ഥിതി കൂടി പറഞ്ഞതുകൊണ്ടാണ് കോൺഗ്രസിനകത്ത് അങ്ങനെ ഒരു കാര്യം വളരെ സജീവമായി ഈ കാലയളവിൽ കഴിഞ്ഞ കുറേ വർഷം. ഇപ്പോൾ ഇവിടുത്തെ കാര്യം തന്നെ നോക്കിയാൽ 2016 മുതൽ കൃത്യം അധികാരത്തിൽ നിന്ന് കോൺഗ്രസ് പോയ വർഷമാണ് 2016. പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന വർഷമാണ്. അവിടെ മുതൽ ഇങ്ങോട്ടുള്ള വർഷങ്ങൾ നീണ്ട തട്ടിപ്പാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇപ്പോൾ ചേവായൂരിൽ എന്ന് വെച്ചാൽ എല്ലാ ജില്ലകളിലും ഇതുപോലെ ഒരു ചങ്ങല നെക്സസ് രൂപപ്പെട്ടിട്ടുണ്ടോ? നേതാക്കന്മാരും അവരുടെ സഹപ്രവർത്തകരായ ദല്ലാളന്മാരും. ശരത്ത് 2016 അല്ലെന്ന്, 2016 മുമ്പാണ് VM സുധീരൻ KPC പ്രസിഡന്റ് ആയിരുന്നത്. അന്നാണ് ഈ 2.5 കോടിയുടെ ആരോപണത്തിന് പുറത്താക്കുന്നത്. അതെ, അത് മനസ്സിലായി. ഞാൻ പറഞ്ഞത് പക്ഷെ തുടർച്ചയായി അല്ല, പതിറ്റാണ്ടുകളായി. യെസ് ഉണ്ട്. ഞാൻ ചോദിച്ചത് അത് മനസ്സിലായി. ഞാൻ ചോദിച്ചത് കേരളത്തിൽ അധികാരത്തിൽ നിന്ന് പുറത്തുപോയി നിൽക്കുന്ന കാലത്ത് ഇങ്ങനെ ഒരു സങ്കേതം രൂപപ്പെടുത്തുന്ന രീതി കൂടുതലായി വന്നിട്ടുണ്ടോ ജില്ലകളിലെന്നാണ്. നേരത്തെ തന്നെ സംഭവിച്ചത് KP പറഞ്ഞതുകൊണ്ടുകൂടിയാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ആവർത്തിച്ച് ചോദിച്ചത് താങ്കളോട്. പണ്ട് മുതലേ ഈ സംവിധാനം നിലവിലുണ്ട്. അത് കൂടുതൽ ശക്തമാക്കി ഉപയോഗിക്കുന്നു. മറ്റ് സോഴ്സുകൾ ഇല്ലാത്തത് കൊണ്ട്, അധികാരമില്ലാത്തത് കൊണ്ട് ഇതിനെ കൂടുതൽ ശക്തമായിട്ട് ഉപയോഗിച്ച് ഇതിലൂടെ പണസമ്പാദനം നടത്തുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് യാഥാർത്ഥ്യം. ഈ പണം ആരിലെല്ലാം പോയി എന്ന് പറഞ്ഞാൽ ഇപ്പൊ NM വിജയൻ എന്ന് പറയുന്ന അയാളുടെ ജീവിതവും അയാളുടെ രീതിയും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഈ പറയുന്ന കോടികളെല്ലാം അയാൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്താമായിരുന്നല്ലോ. അപ്പൊ അയാൾ വെറും ദല്ലാളായിരുന്നു പണം വാങ്ങിക്കൊടുക്കുന്നത്. ഈ പറയുന്ന ആളുകളെ, ഈ നേതാക്കന്മാര് IC ബാലകൃഷ്ണനാകട്ടെ, മറ്റുള്ള ആളുകളാകട്ടെ, അവിടുത്തെ മറ്റ് MLA മാരാകട്ടെ, അവരുടെയൊക്കെ ജീവിത രീതി എന്താണെന്ന് പരിശോധിക്കേ. ഇവരെങ്ങനെ ഈ സഞ്ചരിക്കുന്നത്, എങ്ങനെയാ നടക്കുന്നത്, എന്താ രീതി എന്നൊന്ന് പരിശോധിക്കേ. അപ്പൊ IC ബാലകൃഷ്ണൻ ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോൾ ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു IC ബാലകൃഷ്ണൻ. അവിടുന്ന് മറ്റേ നമ്മുടെ എടക്കൽ മോഹൻ എന്ന് പറയുന്ന ഒരുത്തരായിരുന്നു ജില്ലാ പ്രസിഡന്റ് ആകേണ്ടത്. അവരാ മുരളിയുടെ കൂടെ പാർട്ടി വിട്ടുപോയി. അന്ന് ഞാൻ പറഞ്ഞ പോകാതിരുന്നെങ്കിൽ അവനായിരുന്നു അന്ന് MLA ആവേണ്ടത്. അപ്പൊ പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ഒരുത്തരെ വേണ്ടതുകൊണ്ടാണ് ഇവരെ പ്രൊമോട്ട് ചെയ്ത് ജില്ലാ പ്രസിഡന്റ് ആക്കിയത് യൂത്ത് കോൺഗ്രസിന്റെ. അങ്ങനെയാണ് ഇവൻ MLA ആകുന്നത്. അന്നത്തെ അവന്റെ ജീവിത രീതിയൊക്കെ എനിക്കറിയാമല്ലോ, ഞാൻ കണ്ടിട്ടുള്ളതല്ലേ, അവിടുന്ന് വയനാട്ടിലുള്ള ആളുകൾ കണ്ടിട്ടുള്ളതല്ലേ. പിന്നെ ഒരു MLA ആകുമ്പോഴത്തേക്കും ഇങ്ങനെ അങ്ങോട്ട് രീതി മാറാൻ പറ്റുമോ? അത് IC ബാലകൃഷ്ണൻ മാത്രം വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നതല്ല കേട്ടോ. കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഓരോരുത്തരുടെ അവസ്ഥ എടുത്ത് നോക്കി, MLA മാരും അല്ലാത്തവരും പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ,